വന്നപ്പോൾ ഡ്രൈവർ ബസ് പിറകിലേക്ക് എടുത്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഗ്രാനി പറയുവാണ്, ഞാൻ റോഡുകളെ ഒന്നും വിശ്വസിക്കില്ല. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വെയർ വെൽ എവേ ഫ്രം ദ ലാൻഡ്സ്ലൈഡ്. ബസ് ഡ്രൈവർ ബസ് പിറകിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ലാൻഡ് സ്ലൈഡിൽ നിന്നും ഒരുപാട് ദൂരേക്കെത്തി. ദെൻ എവരി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. ടംബിൾഡ് ഔട്ട് മീൻസ് ടു ഗോ ഡൗൺ. ആ ബസ്സിൽ നിന്ന് യാത്രക്കാരെല്ലാം പുറത്തിറങ്ങി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അവർ പറയുന്നുണ്ട്, ഈ റോഡ് ഇനിയും ക്ലിയർ ആയി വരണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. കൂടുതലും പാസഞ്ചേഴ്സ് ബസ്സിനോടൊപ്പം തിരിച്ച് നെയിനിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രീഡ് ടു വാക്ക് ടു മസൂരി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. അതിൽ കുറച്ച് ധൈര്യമുള്ള ആളുകൾ അവർ മസൂരിയിലേക്ക് നടന്നു പോകാനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. മൗണ്ടെയിന് മുകളിലൂടെയുള്ള ഒരു ഷോർട്ട് കട്ടാണ് അത്. ആ ലാൻഡ് സ്ലൈഡിനെ പാസ് ചെയ്ത് മൗണ്ടെയിനിലൂടെ പോകാൻ കഴിയും. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൾ വി ഗോ ബാക്ക്? മണി മുത്തശ്ശിയെ നോക്കിയിട്ട് ചോദിച്ചു, നമുക്ക് തിരിച്ചു പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇത് വെറും 10 മൈലേ ഉള്ളൂ. ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ, നമ്മളത് ഇന്നലെ ചെയ്തില്ലേ? സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വെയർ ഓൺ ദെയർ ഓൺ. അങ്ങനെ അവർ ആ നാരോ പാത്ത്, ചെറിയ വഴിയിലൂടെ, മൗണ്ടെയിന് മുകളിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോൾ അവർ മൗണ്ടെയിൻ, മലയുടെ ടോപ്പിലെത്തി. ഗ്രാനി ആൻഡ് മണി വെയർ ഓൺ ദെയർ ഓൺ. ദെയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. നോർത്ത് ഭാഗത്തുള്ള റേഞ്ച്, ഹിൽസ്, മലനിരകൾ കൊണ്ട് മണിയുടെയും ഗ്രാനിയുടെയും വില്ലേജ് ഹൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. താഴെയായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്. ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. അങ്ങ് ദൂരെയായിട്ട് ഒരു ഈഗിള് വട്ടം ചുറ്റുന്നുണ്ട്, ഒരു ഗോൾഡൻ ഈഗിൾ. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. മണി മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മണി എന്തെങ്കിലും ആഹാരം അങ്കിളിൻ്റെ ഹൗസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? നാച്ചുറലി സെഡ് ഗ്രാനി. ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. മുത്തശ്ശി പറയാണ്, എനിക്കറിയാം നിനക്ക് വിശക്കുമായിരുന്നു എന്ന്. ദർ ആർ പക്കോറാസ്. പക്കോറാസ് എന്ന് പറയുന്നത് ഡീപ്പ് ഫ്രൈഡ് സ്നാക്ക്, അതായത് എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരത്തിനാണ് പക്കോറ എന്ന് പറയുന്നത്. കുറച്ച് പക്കോറ, അങ്ങനെയുള്ള പക്കോറാസും ബണ്ണും, അതുപോലെ തന്നെ കുറച്ച് പീച്ചസ്. ഇറ്റ്സ് എ ഫ്രൂട്ട്, ഒരു ഫ്രൂട്ടാണ് പീച്ച്. അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രം അങ്കിൾസ് ഗാർഡൻ. ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്. നല്ല കാര്യം. മണി അവൻ്റെ ക്ഷീണമെല്ലാം മറന്നു. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. നമുക്ക് പോകുമ്പോൾ ഇത് കഴിച്ചുകൊണ്ട് പോകാം. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനി എപ്പോഴാണോ ടയേർഡ് ആവുന്നത് അപ്പോൾ നമുക്ക് ഈ യാത്ര സ്റ്റോപ്പ് ചെയ്യാം. ഓ ഐ ക്യാൻ വാക്ക് ഫോർ എവർ സെഡ് ഗ്രാനി ലാഫിങ്. എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം, ചിരിച്ചുകൊണ്ട് ഗ്രാനി പറഞ്ഞു. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്. പക്ഷേ മഴയാണെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയില്ല. ദിസ് അംബ്രല ലീക്സ് ബാഡ്ലി. കാരണം എൻ്റെ അംബ്രല നന്നായിട്ട് ചോരുന്നുണ്ട്. ഡൗൺ അഗെയിൻ ദേ വെൻ ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സൈഡ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. ഒരടുത്ത മലനിരകളെയും താണ്ടിക്കൊണ്ട് നടന്നു പോവുകയാണ്. അവിടെ മലമുകളിൽ ചെറിയ കാറ്റും വീശുന്നുണ്ട്. പോയ യാത്രയിൽ അവർ കാണുന്നത് ഇരുട്ട് നിറഞ്ഞ ഡിയോഡർ ഫോറസ്റ്റ് ആണ്. ഡിയോഡർ മീൻസ് എ കോണിഫറസ് ട്രീ. ദേവദാരു എന്ന് മലയാളത്തിൽ പറയും. ആ ഒരു ദേവദാരുവിൻ്റെ ഒരു ഫോറസ്റ്റ്, ഒരു കാട്, ഒരു കൂട്ടം മരങ്ങൾ. അവ ഇരുട്ടിനാൽ മൂടപ്പെട്ടതാണ്. അവയ്ക്കിടയിലൂടെയാണ് ഗ്രാനിയും മണിയും പോകുന്നത്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂരി ട്വിങ്ക്ലിംഗ് എഹെഡ് ഓഫ് ദം. അങ്ങനെ സമയം സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെയായിട്ട് മസൂരിയിലെ ലൈറ്റ് അവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അവരടുത്തേക്ക് വരുന്തോറും പ്രകാശം കൂടിക്കൂടി വരുന്നു, ലൈറ്റ് കൂടിക്കൂടി വരുന്നു. അണ്ടിൽ പ്രസൻ്റ്ലി ദേ വെയർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. ബസാർ മീൻസ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിനാണ് ബസാർ എന്ന് പറയുന്നത്. അങ്ങനെ അവരെത്തിയിരിക്കുന്നത് ഒരു മാർക്കറ്റിലാണ്. ജോസിൽ ഇൻ ദ ക്രൗഡ്
Granny kept one hand firmly on Mani's shoulder so that she did not lose him. Jostle means to push. അതായത് ക്രൗഡിൻ്റെ ഇടയിൽ കൂടി, ആ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്, ആ ക്രൗഡിൻ്റെ ഇടയിൽ, ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവർ ജനക്കൂട്ടത്തെ തള്ളി മാറ്റി മുന്നോട്ട് നീങ്ങുകയാണ്. ഗ്രാനിയുടെ ഒരു കൈ മുറുകെ മണിയുടെ ഷോൾഡറിൽ പിടിച്ചിട്ടുണ്ട്, കാരണം മണിയെ മുത്തശ്ശിക്ക് നഷ്ടപ്പെടരുത്. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ, സോ ദേ സെർച്ച്ഡ് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അതായത് റേറ്റ് കുറഞ്ഞ ഹോട്ടലിന് വേണ്ടിയിട്ട് അവർ തിരക്കി. ബട്ട് ദെയർ വെയർ നോ ചീപ്പ് ഹോട്ടൽസ്, പക്ഷേ അവിടെ അങ്ങനെയുള്ള ഒരു ഹോട്ടലും അവർക്ക് കിട്ടിയില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധരംശാല. ധരംശാല എന്ന് പറയുന്ന റെസ്റ്റ് ഹൗസാണ്. അഡ്ജോയിനിങ് ദ